വരൂ സാറേ. ചേട്ടാ ഒരു കോഫി കിട്ടുമോ? ഇരിക്കെ സാറേ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങോട്ട് പുതിയ ആളാണോ? വേറെ അങ്ങോട്ടെങ്കിലും പോവാണോ? എല്ലാത്തിനും മൂടുന്നല്ലോ. ആരാ ഇവൻ? ഇവനെ കണ്ടിട്ട് അത്ര പോരല്ലോ. അയ്യോ, 2 ചായ നഷ്ടാകും. ചേട്ടാ 2 ടീ. ഇപ്പൊ തരാം. ഇതാ വെച്ചോ, ഒരു ചെറിയ ഹെൽപ്പ്. ബാഗ് ഇവിടെ തന്നെ ആയിരിക്കുന്നേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി. എന്തു പറ്റി? എത്രയും പെട്ടെന്ന് നിനക്ക് ഒരുപാട് പണം കിട്ടാൻ പോവാ. മേഘയുടെ ദേഹത്തില് ഏതോ ഒരു ദുഷ്ടാത്മാവ് കടന്നുകൂടിയിട്ടുണ്ടെന്ന് എന്റെ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പൊ അവള് കാരണം നിങ്ങളെല്ലാവരും ഒരു പ്രശ്നത്തിലാണ്. പ്രശ്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അത് അച്ഛന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇതിനെല്ലാത്തിനും കാരണം നിന്റെ കയ്യിൽ നീ എടുത്തുകൊണ്ട് വന്ന ആ ബുക്ക. കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഞാൻ പറഞ്ഞപ്പോ ഇവരാരും ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിക്കോ? ഒന്നും മിണ്ടാതിരിക്കെ. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 700 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പേര് കസ്തൂരി. ഒരു രാജകുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവളൊരു പ്രേമത്തിലകപ്പെട്ടു. ആദിത്യ എന്നൊരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. ആ പയ്യനും ഒരു രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ആദിത്യന്റെ അമ്മയച്ഛനും അവരുടെ രണ്ടുപേരുടെ സ്നേഹം അംഗീകരിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്നറിഞ്ഞൂടാ. കസ്തൂരിയുടെ കുടുംബക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ആദിത്യന്റെ കൂട്ടുകാർ കുറച്ച് വലിയ കൂട്ടരായിരുന്നു. അങ്ങനെ അവര് ഒരു മന്ത്രവാദിയുടെ സഹായം തേടി. നോക്കിയേ, അവർ കേട്ടാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ദുഷ്ടശക്തികളുടെ സഹായത്തോടെ കസ്തൂരിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചു. ഇതല്ലാതെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു.
കസ്തൂരിയുടെ ആത്മാവ് ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു ബുക്കിൽ അതിനെ കെട്ടിബന്ധിച്ച് അത് ഒളിപ്പിച്ചു വെച്ചു. എന്ന് ആ ബുക്ക് നിന്റെ കയ്യിൽ വന്നോ, അപ്പ സംഭവിക്കാൻ പാടില്ലാത്ത എല്ലാം സംഭവിച്ചു. എത്രയോ വർഷത്തോളം മറച്ചു വെക്കപ്പെട്ട ആ ബുക്ക് ഒരു മന്ത്രവാദിയുടെ മന്ത്രശക്തിയിൽ നിന്ന് മോചിക്കപ്പെട്ട് അതിൽ ബന്ധിച്ചിരുന്ന കസ്തൂരിയുടെ ആത്മാവ് പുറത്തേക്ക് വന്നു. അവളിപ്പോ ആദിത്യനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവൾക്കിപ്പോ അവനെ വേണം. അവന് വേണ്ടി അവൾ എന്ത് വേണേലും ചെയ്യും. അതുകൊണ്ട് അവളെ തടയണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് ആ ബുക്കിൽ ചില ശ്ലോകങ്ങളുണ്ട്. അത് നമ്മൾ ഒച്ചത്തിൽ ഉച്ചരിച്ച അവളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ആത്മാവിനെ നമുക്ക് ഒതുക്കാം. ആ ബുക്കിനോടൊപ്പം അവളെയും എന്നേക്കുമായി പൂട്ടിവെക്കാം. എന്ത് ശ്ലോക അത്? ആ ശ്ലോകത്തിന്റെ പേജ് നമ്പർ അയ്യോ, എന്താ സംഭവിച്ചേ? അറിയില്ല, ഇതിപ്പോ രണ്ടാമത്തെ തവണ ഇങ്ങനെ വീഴുന്നത്. അതെയോ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതൊന്നും വേണ്ടെന്നേ. എന്റെ മാമനൊരു വൈദ്യരാണ്. അമ്മ ഇപ്പോഴും അദ്ദേഹത്തെ കാണിക്കുള്ളൂ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളാം. ഇവരെ പൊക്കൂ, ചെയറിലിരുത്താം. ജ്യോതി, എന്താ? എവിടെ അവിടേക്ക് നോക്കാൻ. നോക്കി? കണ്ണ് തുറന്നല്ലേ ഇരിക്കുന്നേ. എന്നിട്ട് പ്രോബ്ലം എന്താ? അവരിപ്പോഴും അൺകോൺഷ്യസ് ആണ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? നിങ്ങൾ കഴിക്ക്, ഞാൻ വിളമ്പാം. വേണ്ട, നീ ഇപ്പൊ നിന്റെ അമ്മേന്റെ ഒപ്പം നിൽക്ക്. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ആ അതെ അനു, നീ നിന്റെ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കേ. ഉം. ഹലോ, എന്ത് പറ്റി നിങ്ങൾക്ക്? സഡൻ ആയിട്ട് സൈലന്റ് ആയല്ലോ. അത് പിന്നെ എനിക്ക് എന്റെ തല കുറച്ച് നല്ല ഭാരം കൂടിയ പോലെ തോന്നുന്നു. ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. നിങ്ങൾ ഇനിയും പേജ് നമ്പർ പറഞ്ഞില്ല. ഏത് പേജ് നമ്പർ? ഏ? എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ